അകലെയും ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന നല്ലവരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ഗുരുജനങ്ങൾ എല്ലാവർക്കും പുനലൂർ ഗോസ്പൽ ടീമിന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഈ എരുമയിലൂടെ ഈ പ്രാന്തപ്രദേശത്തിൽ കടന്നു വന്നു വർദ്ധിച്ചു വരുന്ന മദ്യപാനത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണവും അപ്പോൾ തന്നെ മനുഷ്യ കുലത്തിന്റെ പാപത്തെ നിഷ്കാസനം ചെയ്യുവാൻ സ്വർഗമഹിമകളെ വിട്ട് ഈ ഭൂമിയിൽ നരനായി അവതരിച്ച സാക്ഷാൽ ശ്രീ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിളംബരം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പുനലൂർ ഗോസ്പൽ ടീമിന് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിഹാബുദ്ദീൻ പുനലൂരിന്റെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഈ നാളുകളിൽ ശക്തമായി ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ തന്റെ പ്രിയ കുഞ്ഞുങ്ങളുമായി അൽ അമീൻ, അൽ അമാൻ എന്ന രണ്ട് കുഞ്ഞുങ്ങളുമായി ചേർന്നുകൊണ്ട് കർത്താവിന്റെ സുവിശേഷം ഗ്രാമങ്ങളും പട്ടണങ്ങളും സംസ്ഥാനം വിട്ടും പലയിടങ്ങളിലും കടന്നുപോയി കർത്താവിന്റെ നാമത്തിനു വേണ്ടി ശക്തമായി ദൈവരാജ്യത്തിന്റെ വ്യാപ്തി കൊണ്ട് അധ്വാനിക്കുന്ന ദൈവഭൃത്തിനെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ടീമിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ശിഷ്യന്മാരായ ദൈവദാസന്മാരുണ്ട്. പാസ്റ്റർ സജി കുണ്ട്ര അവർ, അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനശ്വർ മാത്യുവിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ഓർത്ത് വന്ദനം ചെയ്യുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് ചുരുക്കം പേർക്കായിട്ട് ഇന്ന് പകൽ സമയം ഈ ദേശത്ത് കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ സർവശക്തനായ ദൈവത്തിന് അർപ്പിക്കുകയാണ്. ആകയാൽ ഈ ശബ്ദസേനയിൽ ഞങ്ങളെ കേൾക്കുന്ന നല്ലവരായ ദേശനിവാസികളുടെ വിലയേറിയ ശ്രദ്ധയെ അല്പസമയം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് ചില മിനിറ്റുകൾ മാത്രം നിങ്ങളുമായി സത്യവചനം അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളം രാഷ്ട്രീയപരമായി, മതപരമായി, സാംസ്കാരികപരമായി, വിദ്യാഭ്യാസപരമായി, അപ്പോൾ തന്നെ ആത്മീയപരമായൊക്കെ ഔന്നത്യം പ്രാപിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും മറുഭാഗത്ത് നമ്മുടെ സമൂഹം മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും നീരാളിപ്പിടുത്തത്തിൽ ആണ്ടുപോയിട്ട് അല്ലെങ്കിൽ അല്ല അമർന്നു പോയിട്ട് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വരുന്ന ദൃശ്യ ശ്രവണ മാധ്യമങ്ങൾ, പത്രദ്വാര മാധ്യമങ്ങൾ വിളംബരം ചെയ്യുന്ന വാർത്ത നമുക്കറിയാം. മദ്യപിച്ച് പണം ലഭിക്കാത്തതുകൊണ്ട് അമ്മയെ കഴുത്തറത്ത് കൊല്ലുന്ന കുഞ്ഞുങ്ങളുടെ ഒരു വർദ്ധിച്ചു വരുന്നു. അപ്പോൾ തന്നെ കുടുംബങ്ങൾ തകരുന്നു, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. അങ്ങനെ ഒട്ടനവധി മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആഘാതങ്ങൾ വളരെ വർദ്ധിച്ചു വരികയാണ്. ഇവിടെ ഗവൺമെന്റ് മാറി മാറി നിയമങ്ങൾ സംവിധാനം ചെയ്യുന്നു. എന്നിട്ടും ആർക്കും ആരെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മുടെ കൊച്ചു കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന ഈ കൊച്ചു കേരളം ശൈത്താന്റെ നാടായി ദിനംതോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പത്രം വരുമ്പോൾ പേടിയോടെയാണ് പത്രം തുറക്കുന്നത്. കാരണം അങ്ങനെയുള്ള സംഭവങ്ങൾ, പണ്ടെന്നോ കേട്ടുകേൾവില്ലാത്ത സംഭവങ്ങളാണ് ദിനംതോറും നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യം, ആർക്കും നമ്മെ വിടുവിക്കാനായി കഴിയും? മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും നീരാളിപ്പെടുത്തുന്ന ആർക്കും നമ്മെ രക്ഷിക്കാനായി കഴിയും? ഇവിടെയാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ പ്രസക്തി എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സത്യവേദപുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നു. വേദപുസ്തകത്തിലെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: സത്യം അറിയുകയും സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുകയും ചെയ്യും. സത്യം അറിയണം. ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കും: ഇഫ് യു ന്യൂ ദ ട്രൂത്ത് ദാറ്റ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. സത്യം നിങ്ങൾ അറിഞ്ഞാൽ സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാം അറിയേണ്ടുന്ന ഏറ്റവും പരമമായ സത്യം എന്ന് പറഞ്ഞാൽ എന്താ സത്യം? സത്യത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ അന്വേഷണ വ്യഗ്രത, അന്വേഷണ ത്വര ആരംഭിച്ചിട്ട് മനുഷ്യ ഉൽപ്പത്തിയോളം പഴക്കമുണ്ട്. ആർഷഭാരതത്തിലെ മഹർഷിവര്യന്മാർ ഇങ്ങനെ പാടി: അല്ലോ ജഗദീശ്വര, അസതോമ സദ്ഗമയ. അസത്യമാകുന്ന അവസരം സത്യത്തിലേക്ക് എന്നെ കരം പിടിച്ച് നടത്തും ഭഗവൻ. അപ്പോൾ തന്നെ തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നടത്തും ഭഗവൻ. മാത്രമല്ല മൃത്യോമ അമൃതം ഗമയ, മരണത്തിന്റെ അവസരം അമർത്യതയിലേക്ക് അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് ഞങ്ങളെ നടത്തും ഭഗവൻ എന്നുള്ളത് ഭാരതത്തിലെ മഹർഷിവര്യന്മാരുടെ ദിനംതോറുമുള്ള പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ എന്താ സത്യം? സത്യമാണെന്താണ് ഇന്നും അജ്ഞാതമാണ്. നാം നമ്മുടെ കറൻസിയിൽ ഇങ്ങനെ എഴുതി: സത്യം ഏവാ ജയതേ, സത്യം ജയിക്കട്ടെ. സത്യം എന്താണെന്ന് ഇന്നും അജ്ഞാതമായിരിക്കുമ്പോൾ എന്താ സത്യം? വേദപുസ്തകം പറയാണ് ബൈബിൾ സത്യമാണ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 21 വാക്യം പറയുന്നു, ഇത് സത്യഗ്രന്ഥമാണ്. ബൈബിൾ സത്യഗ്രന്ഥമാണ്. തീർന്നില്ല.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം പറയുകയാണ്, കർത്താവാകുന്ന യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. റോമാലേഖനത്തിന്റെ 3-ാം അധ്യായം 4-ാം വാക്യം ദൈവം സത്യവാനാണ്. ഇവിടെ ഒരു ദൈവം സത്യവാനാണ്, ക്രിസ്തു സത്യവാനാണ്, ദൈവത്തിന്റെ ആത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. അപ്പോൾ ഈ സത്യ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന സത്യം നാം അറിഞ്ഞാൽ, സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ, സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തും. ഇവിടുന്ന് പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, നിത്യമായ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തി നിങ്ങളുടെ ആത്മാവ് അനന്ത കോടിയുഗം ആ നിത്യ സ്വർഗം പ്രാപിക്കേണ്ട കൊണ്ട് ഇടയായി തരും. ഇപ്പോൾ എന്താ സത്യം? ഒരു ഗംഭീരങ്ങൾ പറയട്ടെ. ഈ പ്രപഞ്ചം ഉളവാക്കിയത് ആരാണ്? നാം കാണുന്ന പരിതാര സൂര്യപർവ്വങ്ങളൊക്കെ ഉളവാക്കിയത് മഹാദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഉളവാക്കിയത് നമുക്കറിയാം. എല്ലാം ഉളവാക്കിയ ദൈവമാണ്. പുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, സത്യവചനം പറയുകയാണ്. അപ്പോൾ ഈ പുസ്തകം വായിച്ച അനേകം മഹാന്മാരും മഹതികളും ആകുവാൻ കാരണം ഈ പുസ്തകം വായിച്ചവരാണ് മഹാനും മഹതികളുമായിട്ടുള്ളത്. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ തെക്കേറ്റം ജനിച്ചു വളർന്ന സ്വാമി ശ്രീനാരായണ ഗുരു അവരുകള് ഈ ബൈബിള് പലതവണ വായിച്ചു. അദ്ദേഹം വായിച്ചിട്ട് ഒരു സൂക്തം എഴുതിയ ബൈബിളിനെ കുറിച്ച്. അതിങ്ങനെയാണ്, വിദ്യാധരർക്ക് ഗുരു അക്ഷരമാലയായി, സത്യ അന്വേഷിക്കു സഹരാമൃതമന്ത്രമായി, മർത്യാവലിക്ക് പൊതുവേദമായി, മൃത്യുതലത്തിൽ ബൈബിളിനെ പോലെ ഗ്രന്ഥമുണ്ടോ? എന്താ? വിദ്യാധരർക്ക് ഗുരു അക്ഷരമാലയായി, സത്യ അന്വേഷിക്കു സഹനാമൃത മന്ത്രമായി, മർത്യാവലിക്ക് പൊതുവേദമായി, മൃത്യുതലത്തിൽ ബൈബിളിനെ പോലെ ഗ്രന്ഥമുണ്ടോ? എന്തു അർത്ഥം? വിദ്യാധരക്ക് ഗുരു അക്ഷരമാലയായി, അറിവ് നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുരുവാണ് ബൈബിൾ. അക്ഷരങ്ങൾ നൽകിത്തരുന്ന ഗുരുവായി നൽകിത്തരുന്ന അറിവ് നൽകിത്തരുന്ന പുസ്തകമാണ് ബൈബിൾ എന്ന സാരം. എന്തുവാ ഗുരു എന്ന് പറഞ്ഞാൽ? ഗു എന്നാൽ ഇരുട്ട്, രു എന്നാൽ അകറ്റുക. അപ്പോൾ എല്ലാ അജ്ഞാനത്തെയും മാറ്റി എല്ലാ അന്ധകാരത്തെയും മാറ്റുന്ന പുസ്തകമാണ് ബൈബിൾ എന്ന ഗുരു സൂക്തം. തീർന്നില്ല. വിദ്യാധരക്ക് ഗുരു അക്ഷരമാലയായി, സത്യാന്വേഷിക്കു സഹനാമൃത മന്ത്രമായി, സത്യം അന്വേഷിക്കുന്നവന് അമൃതന്റെ മന്ത്രമാണ് വേദപുസ്തകമെന്ന് സാക്ഷാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുകയാണ്. പൂർവ്വ മർത്യാവലിക്ക് പൊതുവേദമായി, മാനവരാശിക്ക് മുഴുവനുള്ള വേദമാണ്. ക്രിസ്ത്യാനികളുടെ കുത്തകയല്ല ബൈബിൾ. ഇവിടുത്തെ ഏതെങ്കിലും ഓർത്തഡോക്സിന്റെയോ മർത്തോമയുടെയോ യാക്കോബയുടെയോ പെന്തക്കോസിന്റെയോ കുത്തകയല്ല ബൈബിൾ. മാനവരാശിക്ക് മുഴുവനുമുള്ള ദൈവിക വരദാനമാണ്, ദൈവികമാകുന്ന അരുളപ്പാടാണ് സത്യവേദപുസ്തകമെന്നാണ് ഗുരു സൂക്തം. അങ്ങനെയാണെങ്കിൽ സത്യം എന്താണ് പ്രിയമുള്ളവരെ? സത്യം ബൈബിളാണ്. ഇത് വായിച്ചവരൊക്കെ തന്നെ മഹാന്മാരും മഹതികളുമായിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി ഈ പുസ്തകം വായിച്ചു. അതുകൊണ്ടാണ് ഹിംസ മാറ്റി അഹിംസയുടെ മാർഗം തുടരുവാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ സ്വാധീന ശക്തിയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെ പറഞ്ഞ സമയം ഞങ്ങളുടെ മുമ്പിലില്ലല്ലോ. അതുകൊണ്ട് സത്യവേദപുസ്തകമാണ് സത്യം. നമ്മളത് വായിക്കണം. വേദപുസ്തകം പറയാണ്, രാവും പകലും എന്റെ പ്രമാണം ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. അവൻ ആത്മരെ തപ്പിക്കുന്നതും തകകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അതുകൊണ്ട് ഈ പുസ്തകം ധ്യാനിക്കണം. ഇത് മതഗ്രന്ഥമായിട്ട് ആരും ചിന്തിക്കരുത്. ഇത് ക്രിസ്ത്യാനികളുടെ പുസ്തകമാണെന്ന് കരുതി ആരുമനെ അങ്ങ് മാറ്റിയിടരുത്. എല്ലാവർക്കും ഉള്ള ദൈവിക വരദാനമാണ് വേദപുസ്തകം. ഇത് ധ്യാനിച്ചവരും പഠിച്ചവരെല്ലാം മഹാന്മാരും മഹതികളുമായി എന്ന് പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ. അപ്പോൾ എന്താ സത്യം? സത്യം ദൈവമാണ്, സത്യം വേദപുസ്തകമാണ്, സത്യം യേശു ക്രിസ്തുവാണ്, സത്യം ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവാണ്. അപ്പൊ സത്യം അറിയുമ്പോൾ സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തും. ഇവിടുന്ന് പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, മരണഭയത്തിൽ നിന്ന്, അനന്തരമുള്ള നിത്യമായ നരകത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി നമ്മുടെ ആത്മാവ് അനന്ത കോടിയിലും നിത്യസ്വർഗത്തിൽ വസിക്കുന്ന ആ നിത്യപദവിയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചം ഉളവാക്കിയ ദൈവമാണ്. പുസ്തകം പറയുന്നു, ആദിയിൽ ദൈവം ആകാശഭൂമി ഉണ്ടാക്കി. അപ്പോസ്തല പ്രവൃത്തി 17-24 വാക്യം പറയാണ്, ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവമാണ്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉളവാക്കിയ ദൈവമാണ്. മനുഷ്യരെ ശാസ്ത്രമോ ഇവിടുത്തെ ഏതെങ്കിലും വൈദേശിക ശക്തിയോ അല്ല പ്രപഞ്ചം ഉളവാക്കിയത്, മറിച്ച് ദൈവമാണ് പ്രപഞ്ചം ഉളവാക്കിയത്. എങ്ങനെ ഉളവാക്കി? ശബ്ദം കൊണ്ട്. ബൈബിളിന്റെ എബ്രായ ലേഖനം 11-3 വാക്യം പറയാണ്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായ മാറ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവമെന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. കാലം വിളയിച്ചു. ചില വർഷങ്ങൾക്കപ്പുറം മരിച്ചുപോയ ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് തന്റെ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ആ ചരിത്രപ്രസിദ്ധമായ ആ പുസ്തകത്തിൽ അദ്ദേഹം സമർപ്പിച്ചു. ബിഗ് ബാങ്, ഒരു ഉഗ്രസ്ഫോടനം ഉണ്ടായി.
എന്താ ഉഗ്രസ്ഫോടനം? പ്രപഞ്ചം ഉളവാകുവാനുണ്ടായ ശബ്ദം. അതേ ശബ്ദമാണ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് കൊല്ലം എഴുതി വെച്ചു. ശബ്ദം കൊണ്ട് പ്രപഞ്ചം ഉളവാക്കി. അത് അങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ. ശബ്ദം കൊണ്ട് പ്രപഞ്ചം ഉളവാക്കിയത്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന നല്ലവരായ നാട്ടുകാരോട് ഞങ്ങൾ ഈ വചനം വിളിച്ചു പറയുമ്പോൾ ഈ ശബ്ദം കൊണ്ട് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പാപങ്ങളെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ ശാപങ്ങളെ, ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുകയാണ്. നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുകയാണ്. നിങ്ങളെ മാനസാന്ന് കൊണ്ടുവരികയാണ്. ശബ്ദം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്, മറന്നു പോകരുത്. അതുകൊണ്ട് ശബ്ദം കൊണ്ട് പ്രപഞ്ചം ഉളവാക്കിയ ദൈവം, സകലത്തെ ഉളവാക്കിയ ദൈവം, എല്ലാം ഉളവാക്കിയ ശബ്ദം കൊണ്ടാണ്. എന്നാൽ എന്നെയും നിങ്ങളെയും നമ്മുടെ പൂർവ്വപിതാവായിരിക്കുന്ന എല്ലാവരുടെയും ആദ്യപിതാവായിരിക്കുന്ന ആദ്യ മനുഷ്യനാകുന്ന ആദാമിനെ ഉണ്ടാക്കൽ എങ്ങനെയാണ്? സ്വന്തം കൈകൊണ്ടാണ്. യോബിന്റെ പുസ്തകം 39:7 പറയുകയാണ്, ഞാൻ ഉണ്ടാക്കിയ ഓരോ മനുഷ്യരെയും തിരിച്ചറിയേണ്ടതിന് എന്റെ കൈരേഖ ഞാൻ അവർ കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വേറെ വേറെ ഉണ്ടാക്കിയ ദൈവം. അപ്പൊ ആദാം മുതൽ ഇങ്ങോട്ടുള്ള സകല മാനവരാശിയും ദൈവം സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ്? ജാതി മതവും ഈശ്വരനില്ല. ഇവിടെ നമ്മൾ പറയാം ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസൽമാനാണ്. ഹിന്ദുക്കളിൽ തന്നെ അവൻ നമ്പൂതിരിയാണ്, നായരാണ്, അവൻ നയാരിയാണെന്ന് പറയുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനികൾ പറയും അവൻ മർത്തോമയാണ്, ഓർത്തഡോക്സാണ്, യാക്കോബയാണ്. പെന്തക്കോസ്താന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ അവൻ സുന്നിയാണ്, ഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ മാറ്റി നിർത്തുമ്പോൾ ഈശ്വരന്റെ ജാതി ഇല്ലവേ ഇല്ല. കാരണം നമ്മളൊരു അപകടത്തിൽപ്പെട്ടാൽ ഒരു ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന ഹരിജന്റെയോ ഏതെങ്കിലും മുസ്ലിമിന്റെ രക്തമായിരിക്കും ക്രിസ്ത്യാനി കിട്ടുന്നത്. കാരണം അവിടെ ജാതി ചോദിക്കാറില്ല, ജാതി ചെക്ക് ചെയ്യാറില്ല. അവിടെ ഇരിക്കുന്ന രക്തം എടുത്ത് കുത്തിവെക്കുകയാണ്. ക്രോസ് മാച്ചിങ് നടത്തി സൂട്ടബിൾ ആണെങ്കിൽ കൊടുക്കുക. അവിടെ ജാതിയില്ല. അപ്പൊ പ്രിയമുള്ളവരെ, ഈശ്വരന് രണ്ട് ജാതിയുള്ളെന്ന് ആണും മറ്റൊന്ന് പെണ്ണും. അപ്പൊ പ്രപഞ്ചം ഉളവാക്കിയ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ആണും പെണ്ണുമായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കയറി ചെന്ന് ജാതി നോക്കാതെ, മതം നോക്കാതെ, ഓരോ ഭവനങ്ങളിലും കയറി ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ നോക്കാതെ ഞങ്ങൾ ഈ സത്യവചനം പറഞ്ഞു വരുന്നത്. ഞങ്ങൾക്ക് നല്ല ജോലിയുള്ളവരും ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആമെ ശമ്പളമുള്ളവരുമായിരുന്നു. എന്നെ ദൈവം വിളിച്ചപ്പോൾ അതെല്ലാം വിട്ടുകളഞ്ഞ് ആമെ തെരുക്കോണി നിന്നുകൊണ്ട് ഭവനങ്ങളിൽ കയറി ഇറങ്ങിയും ആമെ കൺവെൻഷനുകളിലും ശക്തമായി ദൈവജനം പറയുന്നതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ നശിച്ചു കിടക്കുന്ന ജനങ്ങൾ സത്യമറിയാതെ നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കൾ അവർ വീണ്ടും ജന്മം പ്രാപിച്ച് നിത്യരക്ഷ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് സഹൃദയനായ പ്രിയമുള്ളവരെ ഞങ്ങൾ ഈ ഉദ്യമത്തിന് ദൈവത്തിന്റെ വിളി കൊണ്ട് ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങള് അല്ല അമീനും അല്ല അമാനും ഒക്കെ ദൈവത്തെ ശക്തമായി പ്രസംഗിക്കാൻ കാരണം അവർ ദൈവം കൊടുത്ത അഭിഷേകമാണ്, ദൈവം കൊടുത്ത കൃപയാണ്. ആകെ പ്രിയമുള്ളവരെ, ഞാൻ മടങ്ങി വരട്ടെ. പ്രപഞ്ചം ഉളവാക്കിയ ദൈവം നമ്മളെ ഉളവാക്കിയത് എങ്ങനെയാണ്? അല്പം മണ്ണെടുത്ത് നമ്മൾ മണ്ണാ പൊടിയാണ്. ശരീരം എന്ന് പറഞ്ഞാൽ അല്പം മണ്ണാണ്. മണ്ണ് നിന്ന് മണ്ണിൽ ഉറങ്ങി മണ്ണിലേക്ക് പടകി പോയ മനുഷ്യനാണ് നമ്മളെല്ലാവരും. എന്നാൽ നമ്മെ ഉണ്ടാക്കിയത് ആത്മാവും ദേഹവും എന്ന് പറയുന്ന ത്രിവിധ ഘടകങ്ങൾ കൂടിയാണ്. നമ്മൾ ഒരിക്കലും തീരുമെന്നല്ല. ഒരു കാര്യം അറിയണം, നമ്മളിലുള്ള വിലയേറിയ ഒരു ആത്മാവുണ്ട്. ഒരു ആത്മാവും ഒരു മനസ്സും ഒരു ശരീരമുണ്ട്. ശരീരത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോളജി അഥവാ ജീവശാസ്ത്രം. മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സൈക്കോളജി, മനഃശാസ്ത്രം. അപ്പോൾ തന്നെ ആത്മാവിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ന്യൂമറ്റോളജി അഥവാ ആത്മശാസ്ത്രം. പക്ഷെ ആത്മാവിനെ കുറിച്ച് ആർക്കും ബോധ്യമില്ല. നമ്മൾ ശരീരത്തെ കുറിച്ച് പഠിക്കാറുണ്ട്, മനസ്സിനെ കുറിച്ച് നമുക്ക് അല്പം അറിവുണ്ടെന്നാൽ ആത്മാവിനെ കുറിച്ച് ആർക്കും അറിവില്ല. എന്നാൽ ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥമായ അറിവ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ 50, 60, 70, 80, 100 കൊല്ലം കിട്ടിയാൽ ഇവിടെ ജീവിച്ച് അവിടെ കൊണ്ട് തീരുകയല്ല. മരണം കഴിയുമ്പോഴാണ് നമ്മുടെ നിത്യമായ വാസം എന്ന് മറന്നു പോകരുത്. നിത്യവാസം ബൈബിളിലെ സഭാപ്രസംഗി 12-ാം അധ്യായം 7-ാം വാക്യം പറയാണ്, പൊടി പണ്ടായിരുന്ന പോലെ മണ്ണിലേക്ക് മടങ്ങിപ്പോകും, ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിന്റെ ചെല്ലണം. ഇവിടെ ജനിച്ച എല്ലാവരും നല്ലനായി നാരിയായി പിറന്ന അംബാനി, അദാനി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുജി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഉൾപ്പെടെയുള്ള നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി സാർ ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികളും, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള എല്ലാവരും മടങ്ങിച്ചെല്ലണം. Every man has to go back in his own home. എവിടുന്ന് വന്നോ അവിടേക്ക് മടങ്ങിച്ചെല്ലണം. ഒരു 50 ഏക്കർ ഉണ്ടെങ്കിലും, എത്ര വലിയ കെട്ടിടമുണ്ടെങ്കിലും, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, എത്ര മക്കൾ അമേരിക്കയിലോ അങ്ങനെ ജർമ്മനിയിലോ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ സഹോദരങ്ങളെ നമ്മൾ മടങ്ങിച്ചെല്ലണം. അപ്പോൾ നമ്മുടെ ആത്മാവ് ബലപ്പെട്ടിരിക്കുമോ? ശ്രദ്ധിച്ച്. അപ്പോൾ ആദം ഹവ്വ ദമ്പതികൾ എന്ന് പറയുന്ന ആദ്യ മാതാപിതാക്കളോട് നമ്മളെല്ലാവരും ഉണ്ടായി. നമ്മളെല്ലാവരും പാപികളായി മാറി. എന്താ പാപം? കൽപ്പന ലംഘനമാണ്, അധർമ്മമാണ്. ദൈവകൽപ്പന
ലംഘിക്കുന്നതാണ് പാപം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു, ഞാനല്ലാതെ ഒരു ദൈവമില്ല, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്ന് റിട്ടൺ ഡോക്യുമെന്റ് എഴുതപ്പെട്ട ലിഖിത കൽപ്പന ദൈവം നമ്മളെ നൽകിയിട്ടും നമ്മൾ അനുസരിക്കുന്നില്ല. ക്രിസ്ത്യാനി അനുസരിക്കുന്നില്ല, ഹിന്ദു അനുസരിക്കുന്നില്ല, മുസൽമാനും അനുസരിക്കുന്നില്ല. ഇവിടെ ജാതിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീ വെട്ടിക്കൊല നടക്കുകയല്ലേ, വെട്ടിക്കൊലവ നടക്കുകയാണ്. അപ്പോൾ സഹൃദയരായ പ്രിയമുള്ളവരെ, മനുഷ്യൻ ദൈവം തെറ്റി പാപിയായി മാറി. വിഗ്രഹാരാധന പാവമാണ്. വേദപുസ്തകം പറയുന്നത് എങ്ങനെയാണ്? വേദപുസ്തകം പഠിക്കുമ്പോൾ അക്ഷയമാകുന്ന എന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവം വിഗ്രഹങ്ങളല്ല, ദൈവം മനുഷ്യരല്ല, ദൈവം പക്ഷികളല്ല, ദൈവം മൃഗങ്ങളല്ല, അത് ദൈവമേതെങ്കിലും ഇഴജാതിയല്ല. അപ്പോൾ എന്താണ് പാപം? കൽപ്പനാ ലംഘനമാണ്. ഇവിടെ വചന സത്യവിരുദ്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മാക്കൾ നിത്യമായ ദണ്ഡനത്തിലേക്ക്, നിത്യമായ തീച്ചുളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും കാണാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ നടക്കി വരട്ടെ. അപ്പോൾ പാപം എന്ന് പറയുന്നത് കൽപ്പന ലംഘനമാണ്. അപ്പോൾ പാപിയായ മനുഷ്യൻ ദൈവത്തെ വിട്ട് അകന്നു പോയതുകൊണ്ട് കാലാകാലങ്ങളായി ദൈവം പല വഴികൾ നോക്കി വീണ്ടെടുക്കുവാനായിട്ട്, പാപത്തിന്റെ പരിഹാരം വരുത്തുവാനായിട്ട് പല വഴികളും നോക്കി. കാലാകാലങ്ങളായി പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ന്യായപാലകന്മാരെയും രാജാക്കന്മാരെയൊക്കെ മുന്നിലേക്ക് അയച്ചെങ്കിലും ആരെ കൊണ്ട് പാപത്തിന്റെ പരിഹാരം വരുത്താൻ കഴിഞ്ഞില്ല. അവസാനം ദൈവം പറഞ്ഞു, അനന്തരം ഞാൻ ആരയിക്കേണ്ടത്, ആർ നമുക്ക് വേണ്ടി പോകും. അങ്ങനെ പ്രിയമുള്ളവരെ, മഹാദൈവത്തിന്റെ പുത്രനാകുന്ന സാക്ഷാൽ ശ്രീ യേശു ക്രിസ്തു പാപത്തിന്റെ പരിഹാരകനായി ജഡാവതാരമെടുത്ത് കന്യകാശൂന്യമായി ഈ ഭൂമിയിലേക്ക് വരികയാണ്. ഇങ്ങനെ ക്രിസ്തു വന്നത് മതം മാറ്റാനാണോ, സൗഹാർദ്ദരാണോ, ജാതി മാറ്റാനാണോ? അല്ലവേ അല്ല. പാപത്തിന് പരിഹാരം വരുത്തുവാൻ പത്രോസിന്റെ ലേഖനത്തിൽ പ്രവചിക്കുന്നത് പോലെ, അതുപോലെ 1 തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം, ആ 1-ാമത്തെ അധ്യായം അതിന്റെ 15-ാം വാക്യം പറയാണ്, പാപികളെ രക്ഷിപ്പാൻ തക്കവണ്ണം യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വസിക്കാനും അംഗീകരിക്കുവാനുമായ യോഗ്യമവചനം തന്നെയാണ്. അപ്പോൾ യേശു വന്നത് പാപത്തിന്റെ പരിഹാരം വരുത്തുവാനാണ്. അല്ലാതെ മതം മാറ്റാനോ, ജാതി മാറ്റാനോ, പേര് മാറ്റാനോ, നാട് മാറ്റുവാനോ ഒന്നൊരാളല്ല ക്രിസ്തു. പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഇപ്പോൾ എല്ലാവരും പാപികളാണ്. ജന്മന കർമ്മന സകല വ്യക്തികളും പാപികളാണ്. ഹിന്ദു പുരാണം എന്താ പറയുന്നത്? പാപോഹ പാപകർമ്മോഹ പാപാത്മാ പാപസംഭവ ത്രാഹിമാമുണ്ടരികേശ സർവയജ്ഞേശ്വരേശ്വരി. അല്ലയോ ജഗദീശ്വര, ജന്മന കർമ്മന ആത്മന, ഞാൻ പാപിയാണ്. പാപത്തിന്റെ ഈ കഠിന കഠോരമായ അവസരങ്ങൾ ആരെന്നെ വിടുവിക്കും? ആര് പാപത്തിന് പരിഹാരം വരുത്തുന്നുള്ളത്? ഹിന്ദു പുരാണത്തിലെ ഭാരതത്തിലെ മഹർഷിവരന്മാരുടെ ദിനംതോറുമുള്ള പ്രാർത്ഥനാ സൂക്തങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പുസ്തകങ്ങളും ഒരുപോലെ പറയുന്നു, എല്ലാവരും പാപികളാണ്. വേദപുസ്തകം പറയുന്നു 2 തരം പാപമുണ്ട്. 1 ജന്മപാപം, 2 കർമ്മപാപം. എന്താ ജന്മപാപം? നമ്മൾ ജനിച്ചതേ പാപത്തിലൂടെയാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ്, സങ്കീർത്തനം 51:5 പറയാണ്, ഇതാ പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ജനിച്ച കർമ്മം പോലും പാപകർമ്മത്തിലൂടെയാണെന്ന് വേദപുസ്തകം അസംഖ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ ജന്മന പാപിയാണ്. പിന്നെന്താണ്? പുറപ്പാട് പുസ്തകം, ബൈബിളിലെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 3-ാം വാക്യം പറയാണ്, പിതാക്കന്മാരുടെ അകൃത്യം 3ഉം 4ഉം തലമുറ വരെ മക്കളിലേക്ക് വരും. അപ്പോൾ ജന്മന ഓരോ വ്യക്തികളും, ഇവിടുത്തെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും, ഇവിടുത്തെ ക്രൈസ്തവ കുടുംബങ്ങളായ മർത്തോമ, ഓർത്തഡോക്സ്, യക്കോബായ, ഇവിടുത്തെ മുസ്ലിം കുടുംബങ്ങളായിരിക്കുന്ന സുന്നി എന്ന് വേണ്ട ഷിയ, എല്ലാ കുടുംബങ്ങളും ആരാണ്? ജന്മന പാപികളാണ്. പിന്നെന്താണ്? കർമ്മനാപാപികളാണ്. എന്റെ കർമ്മനാപാപം എല്ലാവരും, റോമലേഖനം 3:21 പറയാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അറിഞ്ഞും അറിയാതെ ചെയ്തു കൂട്ടി പാപങ്ങൾ. ഒരു 10-15 വയസ്സ് വരെ നമുക്ക് ഓർമ്മ അറിവൊന്നുമില്ല. പല പാപങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ഓർമ്മ വന്ന ശേഷം, തിരിച്ചറിവ് വന്ന ശേഷം പാപങ്ങളാണ് അറിഞ്ഞു ചെയ്ത പാപങ്ങൾ. അപ്പോൾ ജന്മകർമ്മ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ജന്മനാപാപിയാണ്, കർമ്മനാപാപിയാണ്. പാപത്തിന് ശമ്പളമാണ് മരണം. നമ്മൾ മരിക്കാൻ കാരണം എന്താണ്? നമ്മൾ പാപികളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളാരും മരിക്കരുത്. ഇവിടുത്തെ വൈദ്യശാസ്ത്രം എത്ര പുരോഗമിച്ചാലും
ഇവിടുത്തെ അംബാനി പറയുക, 1000 കോടി എന്റെ ബാങ്കിലുണ്ട്, ഒരു 2000 കോടി തരാം ശാസ്ത്രമേ, എനിക്കൊരു 150 കൊല്ലം ജീവിക്കണം, പറ്റുമോ? പറ്റത്തില്ല. എത്ര കോടി എടുത്താലും ആത്മാവിനൊരു അറിവുണ്ട്, അതുവരെ ഇവിടെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്രയോ അച്ചായന്മാർ മരിച്ചുപോയി. ചില ആഴ്ചകൾക്കപ്പുറമല്ല CJ റോയി എന്ന് പറയുന്ന കോടീശ്വരനായ മനുഷ്യൻ, ഇഷ്ടംപോലെ ബിസിനസ് സാമ്രാജ്യമുള്ള, ഇഷ്ടംപോലെ പ്രോപ്പർട്ടിയുള്ള, ഇഷ്ടംപോലെ വാഹനങ്ങളുള്ള വലിയ മനുഷ്യൻ എന്ത് ചെയ്തു? വെടിവെച്ച് മരിച്ചു. കാരണം എന്താണ്? പണം ഉണ്ടായിരുന്നെങ്കിൽ, പണം കൊടുത്ത് ആത്മാവിനെ അവനെ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആ മത്സര സഹോദരൻ മരിക്കേണ്ടി വരുമായിരുന്നില്ല. കാരണം എന്താണ്? ദൈവത്തെ കുറിച്ചുള്ള അറിവ് തനിക്കില്ല. സ്വർഗമുണ്ടെന്നോ നരകമുണ്ടെന്നോ ഇതിനപ്പുറം ഒരു നിത്യമുണ്ടെന്നോ ദൈവത്തിന് ആരും പറഞ്ഞു കൊടുത്തില്ല. മനസ്സിലാക്കണം. അങ്ങനെ മുത്തൂറ്റി നമ്മുടെ ഗോർജി സാറ്, എത്രയോ പേര് മഹാരഥന്മാർ ഇവിടുന്ന് മൺമറഞ്ഞു പോയി. അവരൊക്കെ എന്താണ്? മരണാനന്തരം അവരുടെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ, മനുഷ്യ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകരുത്, നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കണം. അതിനെന്ത് ചെയ്യണം? ഞാൻ ഓടി വരുന്നത് എല്ലാവരും പാപികളാണ്. എല്ലാവരും മരിക്കാൻ കാരണം പാപിയായതുകൊണ്ടാണ്. എല്ലാവരും പാപികളാ. അതുകൊണ്ട് പാപത്തിന് ശമ്പളം മരണമാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ യേശു ക്രിസ്തുവിന്റെ നിത്യ ജീവന, നിത്യ സ്വർഗരാജ്യമാണ്. അത് നാം എന്ത് ചെയ്യണം? യേശു ഭൂമിയിലേക്ക് വരിക എങ്ങനെ വന്നു? കന്യകാസൂനുമായി വരികയാണ്. കന്യകാസുതനായി ഈ ഭൂമിയെ പിറക്കിയ ക്രിസ്തു പാപരഹിതനായി. പാപത്തിരിക്കുന്ന ആർക്കും പാപത്തെ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാപം കൂടാതെ കന്യകയായിരുന്ന പുരുഷന്റെ ഇഷ്ടം കൂടാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു സ്ത്രീ, ഒരു കന്യകയായിരുന്ന സ്ത്രീ, മറിയം എന്ന പേരുള്ള സ്ത്രീ ഗർഭവതിയായി. ആ കുഞ്ഞ്, അതിലൂടെ ഉണ്ടായ കുഞ്ഞ് ലോകത്തെ മുഴുവനും പാപത്തെ വിടുവിക്കാനിക്കൊണ്ട് രക്ഷകനെ നടത്തമുള്ള, അഭിഷിക്ത മസിഹായി നടത്തമുള്ള യേശു ക്രിസ്തു എന്ന പേരിന് അർഹനായി മാറി. ആ യേശുവിന് മാത്രമേ നമ്മുടെ പാപത്തെ പൊറുവാൻ കഴിയുള്ളൂ. വേറെ ആർക്കും പാപമോചനമില്ല. ഇവിടെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അസന്നിധത്തെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. പാപപരിഹാരം വരുത്തുന്ന ഏക മാർഗം സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ട് യേശു എന്തിനാ വന്നത്? പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ. 2, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം പറയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലല്ലോ. നമ്മൾ വരയ്ക്കുന്ന ഫോട്ടോകളോ നമ്മൾ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളോ രൂപങ്ങളോ ദൈവമല്ല, അത് കേവലം വിഗ്രഹങ്ങൾ മാത്രമാണ്. ഹിന്ദു പുരാണം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൃശ്യല്ല ധാതു ധാരുവാദി മൂർത്ത വിശ്വം അവിദ്യ ഋഷ്യം തപസ മൂഢ പരാം ശാന്തിന യാന്തിത. എന്തുവാ? ആ വർഷങ്ങളായിട്ട് അമ്പലത്തിൽ പോവുക, ആർക്കൊന്നും മനസ്സിലാകുന്നില്ല. പുരാണമെടുത്ത് വായര്, ഋഗ്വേദം വായര്, എന്താ പറഞ്ഞില്ലത്? ദൃശ്യല്ല ധാതു ധാരുവാദി മൂർത്ത വിശ്വം അവിദ്യ ഋഷ്യം തപസ മൂഢ പരാം ശാന്തിന യാന്തി. എന്തു അർത്ഥം? മണ്ണ് കൊണ്ടും മരം കൊണ്ടും ലോഹം കൊണ്ടും ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളിൽ ഈശ്വരനുണ്ട് വിശ്വസിക്കുന്നവൻ മൂഢനും. അവൻ സ്വന്തം ശക്തി കൊണ്ട് വേദനകളെ വിളിച്ചു വരുത്തുന്നു. അവന് വീണ്ടെടുപ്പില്ല, മോചനമില്ല, പാവമോചനമില്ല എന്ന ഹിന്ദു പുരാണം പറഞ്ഞിട്ടുള്ളത്. പിന്നെ എവിടുന്ന വിഗ്രഹവാദം വർദ്ധിച്ചു വന്നത്? പിശാച് കൊണ്ടുവന്ന ആയുധമാണ്. വേദപുസ്തകം പറയാണ്, അക്ഷയനാകുന്ന റോമാലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം പറയുകയാണ്, അക്ഷയനാകുന്ന എന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് സൃഷ്ടിയേക്കാൾ, ആ സൃഷ്ടിതാവിനേക്കാൾ സൃഷ്ടിയെ ഫലിച്ച് ആരാധിച്ചതുകൊണ്ട് ഞാൻ അവരെ നികർഷണത്തിൽ ഏൽപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് നമ്മളിവരെ വാക്കുകളെ ചുരുക്കണമല്ലോ. അതുകൊണ്ട് നാം രക്ഷിക്കപ്പെടണം. അതിനെന്ത് ചെയ്യണം? മെഴുതിരി വേണ്ട, കർപ്പൂര വേണ്ട, പൊങ്കാല വേണ്ട, തീർത്ഥയാത്ര വേണ്ട, നേരത്തെ വേണ്ട, കൊന്ത വേണ്ട, തലം മുണ്ടനം ചെയ്യേണ്ട, ചന്ദന കുടമെടുക്കേണ്ട, ഉൾ നേർച്ച വേണ്ട, അങ്ങനെ ശരപ്രവേശനം വേണ്ട, ഒരു കർമ്മവും വേണ്ട. ഇപ്പോഴാകുന്ന രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ സമയം. എന്തിനാ യേശു വന്നത്? പാപപരിഹാരം വരുത്തുവാൻ. 1 പത്രോസ് 2:24 പറയാണ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് ഇനിയുള്ള ആയുസ് നീതിയോടെ ഭൂമിയിൽ ജീവിക്കേണ്ടതിന്, അനന്തരമായി നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപം എടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു. അപ്പൊ നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചവരാണ് സാക്ഷാൽ ശ്രീ യേശു ക്രിസ്തു. അതുപോലെ സഹൃദയപ്രിയമുള്ളവരെ, ആ കർത്താവിനെ കൈക്കൊള്ളണം. ബൈബിൾ പറയുന്നു, അവനെ കൈക്കൊണ്ട്, അവരെയല്ല, ഏകവചനമാണ്, അവരെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ പിതാവ് അധികാരം കൊടുത്തു. ആ പ്രിയമുള്ളവരെ, വാക്കുകളെ ചുരുക്കാൻ പോവുകയാണ്. അവരെ കൈക്കൊണ്ട്, ആരെ? കർത്താവാകുന്ന യേശുവിനെ സ്വീകരിക്കണം.
ദൈവം പറയാണ്, ഞാൻ രാവിലെ മുതൽ സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഞാൻ വിളിക്കുകയാണ്. മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവിൻ. നിങ്ങൾ മനസ്സിലിഞ്ഞവരായി, മനസ്സ് കലങ്ങിയവരായി, ആ നെരുപ്പോട് പോലെ നീറി 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 ഉരുകി തീരാനുള്ളവരല്ല. നിങ്ങൾക്ക് മോചനമുണ്ട്. സത്യം അറിയുമ്പോൾ സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തും. നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കും. ശാപങ്ങൾ അഴിയും, രോഗങ്ങൾ അഴിയും. ഏത് രോഗസൗഖ്യമാകും, ഏത് ഭൂതപ്രേതശാലികളുണ്ട്, ഏത് പൈശാചിക വ്യാപാരമുണ്ടോ, ആ വിചാരങ്ങളോ മന്ദവാദങ്ങളോ ഉണ്ടോ, അതെല്ലാം അഴിഞ്ഞു മാറും. നിങ്ങൾ സ്വതന്ത്രമായി മാറും. മാത്രമല്ല, ഈ ഭൂമിയിലെ ജീവിതം ജയത്തോടെ ജീവിച്ച് നിങ്ങളുടെ ആത്മാവിനെ മടക്കി വിളിക്കുമ്പോൾ നിങ്ങൾക്ക് നിത്യ ജീവനുണ്ട്. അതിനെന്ത് ചെയ്യണം? യേശുവിനെ സ്വീകരിക്കണം. വേറെ മാർഗമില്ലവയില്ല. വേറെ എവിടെ പോയാലും നേർച്ചകളോ കാഴ്ചകളോ തീർത്ഥയാത്രകളോ എന്തെല്ലാം കർമ്മം കൊടുത്താലും ദാനം കൊടുത്താലും അതൊന്നും പാപത്തിന്റെ പരിഹാരമല്ല. പാപത്തിന്റെ പരിഹാരം 1 യോഹന്നാൻ 1 എന്ന് പറയുകയാണ്, അവന്റെ പുത്രനാകുന്ന യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപങ്ങളെ നോക്കും. ജന്മപാപവും മാറും, കർമ്മപാപവും മാറും. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ശിശുക്കളെ പോലെ നിഷ്കളങ്ക മനസ്സായി മാറും. ആദ്യം ആ യേശുവിനെ സ്വീകരിക്കണം. റോമാലേഖനം 10:9-10 നോക്കി പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഒറ്റ മാർഗം, ഒരു പൈസ ചെലവില്ല. ഒരു യാത്രയും പോകണ്ട, ഒരു അമ്പലത്തിലും പോണ്ട, പള്ളിയിലും പോണ്ട, ഒരു മോസ്കിലും പോണ്ട, ഒരു കുരിശയിലും പോണ്ട, കുടിയാലയിലും പോണ്ട. നിങ്ങളുടെ പറ ഹൃദയമാണ് ക്ഷേത്രം. കർത്താവേ, നിന്റെ ഉള്ളിൽ വരാൻ പറ. ഇന്ത്യ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, മോസ്കാകട്ടെ, എന്തുമാകട്ടെ, ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്ഷേത്രിയാലി ക്ഷേത്ര. ക്ഷയിക്കാത്തത് എന്തോ അതാണ് നമ്മുടെ ക്ഷേത്രം. എന്താ ക്ഷയിക്കാത്തത്? നമ്മുടെ ആത്മാവാണ് പ്രിയമുള്ളവർ. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് ക്ഷയിക്കുന്നില്ല. മരിച്ച് ആത്മാവ് ശരീരം വിട്ടു പോകുമ്പോൾ 2 സ്ഥലമാണ്. ഒന്ന് നിത്യമായ പാതാളം, 2 നിത്യമായ പരദീസ. അപ്പോൾ നമ്മൾ ഭൂമിയിലായിരിക്കും തീരുമാനിക്കണം, എന്റെ ആത്മാവ് പരദീസയിൽ പോകണമോ പാതാളത്തിൽ പോകണോ? സ്വർഗവും നരകവും പിന്നീടാണ്. അന്ത്യകാല ന്യായവിധിക്ക് ശേഷമാണ് അവൻ സ്വർഗവും നരകവും കിട്ടും. അതുകൊണ്ട് നമ്മൾ പരദീസയിൽ പോകണം. എന്ത് ചെയ്യണം? യേശുവിനെ കൈക്കൊണ്ടേ മതിയാകുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന നല്ലവരായ ദർശനവാസികളെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ, കടഭാരമാണോ, നിങ്ങൾക്ക് രോഗമാണോ, ശാരീരിക രോഗമാണോ, മാനസികമായ രോഗമാണോ, അല്ലെങ്കിൽ കോടതി കേസുകളാണോ, പോലീസ് വ്യവഹാരങ്ങളാണോ, കുടുംബ തകർച്ചയാണോ, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും അഡിക്ഷനാണോ, മൊബൈലിനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരിക്ക് അടിമയാണോ, പ്രിയമുള്ളവരെ ഏത് വിഷയമാണെങ്കിലും, പ്രിയ മാതാവേ, സഹോദരി, പ്രിയ പിതാവേ, പ്രിയ സഹോദര, പ്രിയ കുഞ്ഞേ, ഒരു വാക്ക് യേശു പോലെ പറ. സത്യം നിങ്ങൾ അറിയണം. സത്യമാരാണ്? യേശു ക്രിസ്തുവാണ്. ആ യേശു നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ ഭൂമിയിലും നിത്യമായ നരകത്തിന് സ്വാതന്ത്ര്യം നൽകി നിങ്ങളുടെ ആത്മാവിനെ നിത്യമായ സ്വർഗത്തിൽ കൈകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, കാരുണ്യവാനായ തമ്പുരാനെ, ഈ പകൽക്കാലം ഞങ്ങളുടെ അയക്കപ്പെട്ട വചനം നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേൽ ഫലം കായ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മഞ്ഞുമഴ അയക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വാഴുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങള്, എല്ലാ സത്യവിരുദ്ധമായ വിഗ്രഹാരാധനകള്, മന്ത്രവാദങ്ങള്, ആഭിചാരങ്ങള്, പൈശാചിക വ്യാപാരങ്ങള്, മദ്യപാന ആസക്തികള്, ലഹരിക്കടിമയാകുന്ന അവസ്ഥകള്, എല്ലാ കൊലപാതകങ്ങള്, എല്ലാ ആത്മഹത്യകള്, കുടുംബ വഴക്കുകള്, എല്ലാ അസമാധാനത്തിന്റെ എല്ലാ പോരാട്ടങ്ങളെയും ഞങ്ങൾ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അവയെ ഞങ്ങൾ ശാസിപ്പിച്ചു. കർത്താവേ, ഈ ദേശത്തെ അനുഗ്രഹിക്കും മറയണമേ. എല്ലാ ജാതി വ്യവസ്ഥകളും മാറിപ്പോകട്ടെ. ഞാൻ ഉയർന്ന ജാതിയാണ്, നീ താണ ജാതിയാണ്. ചിന്തകളെല്ലാം മാറിപ്പോയിട്ട് ഞാൻ സഹോദരങ്ങളാണെന്നുള്ള ബോധ്യമുണ്ടാകുവാൻ ദൈവാത്മാവേ അങ്ങയുടെ ബോധ്യം വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കണം. ഈ ശബ്ദം കേട്ട് എല്ലാവരും അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.